യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 6 വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവിൻ്റെ മറ്റൊരു അവകാശ പ്രഖ്യാപനമാണ് ഈ വാക്യം. 3 കാര്യങ്ങൾ അവിടുന്ന് ഇതിൽ അവകാശപ്പെടുന്നുണ്ട്. വഴി എന്നുദ്ദേശിക്കുന്നത് ദൈവത്തിലേക്കും നിത്യതയിലേക്കും എന്നാണ്. സത്യമെന്നതിന് മാറ്റമില്ലാത്തത് എന്ന അർത്ഥം കൂടെയുണ്ട്. ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഓരോ കാലങ്ങൾക്കോ ദേശങ്ങൾക്കോ അനുസരിച്ച് വഴി മാറിക്കൊണ്ടിരിക്കുന്നില്ല. ഒരൊറ്റ വഴി മാത്രം, അത് യേശുക്രിസ്തു മാത്രം. ജീവിതം ഒരു യാത്രയാണെങ്കിൽ ആ യാത്രയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒടുവിലെത്തിച്ചേരേണ്ടത് ദൈവത്തിൽ മാത്രമാണ്. ആകയാൽ ആ യാത്ര യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെയാണെന്ന് ഉറപ്പുവരുത്തണം. ചരിത്രത്തിൽ പലരും പല മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതു മാർഗത്തിലൂടെയായാലും എത്തുന്നത് ഒരേ ലക്ഷ്യത്തിലാണെന്ന് ചിലരെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രകാശകിരണം ഒരു ദിശയിലേക്ക് യാത്ര തുടങ്ങിയാൽ പോകുന്ന വഴിയിൽ അതിൻ്റെ യാത്ര തടസ്സപ്പെടുന്നത് വരെ ഒരേ ദിശയിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നത് ഏത് ലക്ഷ്യത്തിലെത്തും എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവന്റെ മാർഗമായ യേശുവിനെ തിരഞ്ഞെടുക്കുക എന്നത് ശരിയായ ലക്ഷ്യത്തിൽ നിത്യജീവനിൽ എത്തിച്ചേരുന്നതിന് ആവശ്യമാണ്. അതല്ലാതെ മറ്റൊരു വഴിയും ഈ ലക്ഷ്യപൂർത്തീകരണത്തിന് ചരിത്രത്തിൽ കാണാനാവില്ല. കാരണം ഇത് മാത്രമാണ് ദൈവത്താൽ ഒരുക്കപ്പെട്ട വഴി. യേശുവിൻ്റെ ശിഷ്യർക്ക് യേശു എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായാണ് അവിടുന്ന് ഇത് പറയുന്നത്. യേശു പോകുന്നിടത്തേക്ക് തങ്ങൾക്കും എത്തണം എന്ന ഹൃദയംഗമായ ആഗ്രഹത്തിൻ്റെ മറുപടിയാണ് യേശു നൽകുന്നത്. യേശുവിൻ്റെ ജീവിതം അവർക്ക് എല്ലാവിധത്തിലും മാതൃകയായിരുന്നു. ആകയാൽ യേശുവിൻ്റെ ലക്ഷ്യവും ശരിയായതാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. യേശു പോയിടത്തേക്ക് എത്താനുള്ള മാർഗമാണ് യേശുവിലൂടെ അവിടേക്ക് പോവുക എന്നത്. നിത്യജീവനിലേക്കെത്താൻ ജീവനായ യേശുവിനെ പിന്തുടരുക. യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെയും പിതാവായി മാറുന്നു. നാം ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു. ആ പിതാവിലേക്ക് യേശുവിലൂടെ എത്തിച്ചേരാം. ഗോഡ് ബ്ലെസ് യു.